കേരളത്തിൽ ഇന്നലെ 2 ഉപതെരഞ്ഞെടുപ്പുകളിലേക്കുള്ള വോട്ടിംഗ് നടന്നു. അതിലൊന്ന് വയനാടാണ്. വയനാട് പിന്നെ ആര് ജയിക്കും എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും വലിയ ആശങ്കകളൊന്നുമില്ല. സത്യൻ മൊകേരി ആയിരിക്കോ, നവ്യ ഹരിദാസ് ആയിരിക്കോ എന്നൊന്നും ആളുകൾ ചിന്തിക്കുന്നേയില്ല. കാരണം അവിടെ മത്സരിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയാണ്. അപ്പോൾ ഭൂരിപക്ഷം എത്രയായിരിക്കും, എത്ര കുറയും, എത്ര കൂടാം എന്നുള്ളത് മാത്രമേ കണക്കൂട്ടുന്നുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഏതാണ്ട് ഒരു 5 ലക്ഷത്തിലധികം ഭൂരിപക്ഷം വന്നാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ചിലപ്പോൾ കുറച്ച് കുറയാനും മതി. കാരണം എന്താ വെച്ചാൽ അവിടെ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറയുകയാണ് ചെയ്തേക്കുന്നത്. അടുത്ത മണ്ഡലമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്, അത് ചേലക്കരയാണ്. കാരണം ചേലക്കരയിൽ CPM പരാജയപ്പെട്ടാൽ അത് വലിയ തോതിൽ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളതിന് ഒരു തെളിവാകും. മുന്നണി LDFന്റെ മുന്നണിക്കകത്ത് അല്ലെങ്കിൽ തന്നെ ഘടകകക്ഷികൾക്കൊക്കെ വലിയ തോതിൽ അതൃപ്തിയുണ്ട്. അതൃപ്തിയൊക്കെ മറമാറ്റി പുറത്തേക്ക് വരാൻ പോകുന്ന ഒരു കാര്യം കൂടിയായിരിക്കും ഈ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം. LDF തോറ്റാൽ, അതല്ല LDFന്റെ UR പ്രദീപ് വളരെ സുന്ദരമായി വിജയിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ പറയുന്ന നാട്ടിലുള്ള ആളുകൾ പറയുന്നത് പോലെ വലിയ ഭരണവിരുദ്ധ വികാരമൊന്നുമില്ല, ചെറിയ തിരുത്തലുകളൊക്കെ വരുത്തിയാൽ മതി എന്ന് പറയാനായിട്ട് പിണറായി വിജയനും താത്വികമായ ചില അവലോകനങ്ങൾ നടത്താൻ ഗോവിന്ദൻ മാഷിനുമൊക്കെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് വാസ്തവം. പിന്നെ പാർട്ടിക്കുള്ളിലുമൊക്കെ പിണറായി വിജയന്റെ അപ്രമാദിത്വം പഴയതുപോലെ തുടരും. പക്ഷേ ഇതൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മിക്കവാറും ഒരു കംഫർട്ടബിൾ മജോറിറ്റിയിൽ തന്നെ രമ്യ ഹരിദാസ് ജയിക്കാനാണ് സാധ്യത. അതിന്റെ കാരണങ്ങളൊക്കെ ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഒന്ന്, അവിടുത്തെ ഏറ്റവും ജനകീയനായിട്ടുള്ള K രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മന്ത്രിയായിരുന്ന ഒരാൾ, അദ്ദേഹം അവിടെ മത്സരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹം അവിടെ MLA ആയിരുന്നു. ആദ്യം മത്സരിക്കാൻ വരുമ്പോൾ വളരെ ചെറിയ ഭൂരിപക്ഷമായിരുന്നു. പക്ഷെ അതിനുശേഷം 2011-ലും 2021-ലും അദ്ദേഹത്തിന് 55% വോട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിന്റെ കണക്കുകളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അതിനിടയിൽ ഇദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ അവിടെ UR പ്രദീപാണ് മത്സരിക്കുന്നത്. പക്ഷെ അങ്ങനെ മത്സരിക്കുമ്പോൾ പോലും പ്രദീപിന് ഏതാണ്ട് 45% താഴെ വോട്ടുകൾ നേടാൻ മാത്രമേ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ K രാധാകൃഷ്ണൻ ആകുമ്പോൾ അവിടെ ഒരു 10% വോട്ടുകൾ പലപ്പോഴും കൂടുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അത്തരത്തിൽ K രാധാകൃഷ്ണന്റെ ഒരു എഫക്റ്റ് അവിടെ ഇല്ല എന്നുള്ളതാണ്. UR പ്രദീപൊക്കെ ജനകീയനാണ്, പക്ഷെ എങ്കിൽ പോലും K രാധാകൃഷ്ണന്റെ അത്രത്തോളം ജനകീയനാകാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇത് കൂടാതെ ഏറ്റവും അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ആലത്തൂർ മണ്ഡലത്തിന്റെ ഭാഗമാണ് ഈ ചേലക്കര അസംബ്ലി മണ്ഡലം. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് K രാധാകൃഷ്ണൻ ജയിച്ചു പോയി എന്ന് നമുക്കറിയാം. അദ്ദേഹം 20,000 വോട്ടിനാണ് കഷ്ടിച്ച് രക്ഷപ്പെട്ടത്. പക്ഷെ അങ്ങനെ രക്ഷപ്പെടുമ്പോൾ പോലും അവിടെ യഥാർത്ഥത്തിൽ BJPയുടെ വോട്ട് വളരെയധികം ഉയർന്നിരുന്നു. അപ്പോൾ BJPയുടെ വോട്ട് ഉയർന്നത് കൂടി കൊണ്ടാണ് യഥാർത്ഥത്തിൽ K രാധാകൃഷ്ണൻ കഷ്ടിച്ച് അവിടെ നിന്ന് ലോക്സഭയിലേക്ക് രക്ഷപ്പെട്ടത്. അതായത് K രാധാകൃഷ്ണൻ പോലൊരാളായിട്ട് പോലും, അതായത് ഒരു ആന്റി ഇൻകുംബൻസിയൊക്കെ വളരെ കുറവ് പ്രതിഫലിക്കുന്ന ഒരാളാണ് K രാധാകൃഷ്ണൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആളുകളുള്ള ഇടപെടലുകൾ അങ്ങനെ തന്നെയാണ്. പലപ്പോഴും അദ്ദേഹം വളരെ വിനയാന്വിതനായിട്ടാണ് പെരുമാറുന്നത്. അപ്പോൾ വിനയത്തിൻ്റെയൊക്കെ അങ്ങേ അറ്റമാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ആളുകൾക്കൊന്നും വലിയ എതിർപ്പുണ്ടായിരുന്നില്ല. പക്ഷെ എന്നിട്ട് പോലും അദ്ദേഹത്തിന് ഈ BJP വോട്ട് പിടിച്ചതുകൊണ്ടാണ് അവിടെ ലോക്സഭയിലേക്ക് ജയിക്കാൻ കഴിഞ്ഞത്. പക്ഷെ ഇത്തവണ ചേലക്കരയിൽ BJP കഴിഞ്ഞ തവണയൊക്കെ കിട്ടിയിട്ടുള്ള 15-16% വോട്ടുകൾ തന്നെ കിട്ടുമോ എന്നൊക്കെയുള്ള സംശയം പലർക്കും ഉണ്ട്. അല്ലെങ്കിൽ തന്നെ ഇനിയിപ്പം നാമമാത്രമായി വോട്ടുകൾ കൂട്ടിയാൽ പോലും പലപ്പോഴും ബാക്കിയുള്ള വോട്ടുകൾ സമാഹരിക്കാൻ രമ്യ ഹരിദാസിന് കഴിഞ്ഞാൽ അവിടെ ജയം എളുപ്പമാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ലോക്സഭയിലേക്ക് നേടിയിട്ടുള്ള ഒരു വോട്ട് വിഹിതം ചേലക്കരയിലും മിക്കവാറും BJPക്ക് കിട്ടാൻ സാധ്യതയില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അവിടെ ഈ രമ്യ ഹരിദാസിൻ്റെയൊക്കെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയുടെ ഒക്കെ വേണ്ടിയിട്ടുള്ള വളരെ ചിട്ടയായിട്ടുള്ള ഒരു പ്രചരണ പ്രവർത്തനം നടന്നു കോൺഗ്രസിൻ്റെ എന്നുള്ളതാണ്. സാധാരണ ഇപ്പം 140 നിയോജക മണ്ഡലങ്ങളിലും പ്രചരണം നടക്കുമ്പോൾ ഈ സംവരണ മണ്ഡലങ്ങളിലേക്ക് പലപ്പോഴും വേണ്ട രീതിയിൽ പണമെത്താറില്ല. കൂടാതെ പണമെത്തിയാലും ഇനിയിപ്പോൾ ആളുകളൊന്നും കൃത്യമായിട്ട് ഉണ്ടാവാറില്ല. പക്ഷെ ഇത്തവണ അതല്ല. ഏതാണ്ട് ഒരു 3 മാസം മുമ്പ് തന്നെ VD സതീശന്റെ നേതൃത്വത്തിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് വർക്കുകളൊക്കെ കൃത്യമായി പൂർത്തിയാക്കുകയും ബൂത്ത് അടിസ്ഥാനത്തിൽ ഓരോരുത്തരും കൃത്യമായി വർക്ക് ചെയ്യുകയും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തന്നെ നിരവധി ആളുകൾ അവിടെ തമ്പടിക്കുകയും ചില ഓഡിറ്റോറിയങ്ങളൊക്കെ വാടകയ്ക്ക് എടുത്തുകൊണ്ട് ചില ക്യൂബിക്കുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് അവിടെയെല്ലാം നിന്ന് വളരെ ഒഫീഷ്യലി നടക്കുന്ന ഒരു സിസ്റ്റമാറ്റിക്കായി നടക്കുന്ന വർക്കുകൾ പോലെയൊക്കെ വർക്കുകളെ ഏകോപിപ്പിക്കാനും ഒക്കെ കൃത്യമായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ
ചേലക്കരയിൽ രമ്യ ഹരിദാസിന് ഒരു നേട്ടമുണ്ടാകും എന്നുള്ളതാണ്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കേണ്ടതില്ല. കേരളത്തിൽ നിലനിൽക്കുന്ന അതിതീവ്രമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമാണ്. ആ ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ടുകൾ കഴിഞ്ഞ തവണ ചേലക്കരയിൽ സ്പ്ലിറ്റായി പോയത് കൊണ്ടാണ് കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഏറെക്കുറെ ആളുകൾക്കൊന്നും ഒരു തരത്തിലും വിമർശനം പോലും ഉന്നയിക്കാൻ കഴിയാത്ത, ഒരു അഴിമതി ആരോപണം പോലും ഇല്ലാത്ത കെ രാധാകൃഷ്ണൻ പോലും വെറും 5170 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ലോക്സഭയിലേക്ക് ചേലക്കര സംഭാവന ചെയ്തത് എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തവണ BJP-യിലേക്കുള്ള വോട്ടുകൾ അങ്ങനെ സ്പ്ലിറ്റായി പോകാതിരുന്നാൽ, കോൺഗ്രസിനും BJP-ക്കുമായിട്ട് വോട്ടുകൾ വലിയ തോതിൽ സ്പ്ലിറ്റായി പോകാതിരുന്നാൽ തീർച്ചയായിട്ടും അത് കോൺഗ്രസിന് ഗുണം ചെയ്യും. കാരണം ബാലകൃഷ്ണൻ എന്ന് പറയുന്ന താരതമ്യേന അത്രക്കൊന്നും ശക്തനല്ലാത്തൊരു കാൻഡിഡേറ്റ് ആണ് BJP-ക്ക് വേണ്ടി അവിടെ മത്സരിക്കുന്നത്. പിന്നെ ആകെയുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് ഈ PV അൻവറിന്റെ സ്ഥാനാർത്ഥി പിടിക്കാൻ പോകുന്ന വോട്ടുകളാണ്. അത് മിക്കവാറും തന്നെ കോൺഗ്രസിന്റെ വോട്ടുകളായിരിക്കും പിടിക്കുന്നുണ്ടെങ്കിൽ, പക്ഷെ വലിയ തോതിൽ വോട്ടുകൾ പിടിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. PV അൻവറിന്റെ ഒരു സ്ഥാനാർത്ഥി 20ഓളം വരുന്ന വണ്ടികൾ ഇട്ടുകൊണ്ടും നിരവധി ആളുകളെ നിലമ്പൂരിൽ നിന്നും എറണാകുളത്തു നിന്നും പല സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ അവിടെ നിലനിർത്തിക്കൊണ്ടും വലിയ തോതിലുള്ള ഒരു പ്രചരണം അദ്ദേഹവും സംഘടിപ്പിച്ചിരുന്നു എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഈ ബൂത്ത് തലത്തിലും അതുപോലെ മണ്ഡല തലത്തിലും ഒക്കെ സംഘടനകളില്ലെങ്കിൽ പലപ്പോഴും ഈ പ്രചരണങ്ങളൊക്കെ വലിയ കൊഴുപ്പോടുകൂടി പുറമേ നടക്കുകയും ഈ തെരഞ്ഞെടുപ്പ് അടുക്കാറാകുമ്പോഴുള്ള 1, 2, 3 ദിവസങ്ങളിൽ ഈ സംഘടന വളരെ സ്ട്രോങ് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് വോട്ടുകളൊക്കെ മാറിപ്പോവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. അതിന്റെ കാരണം നമ്മൾ വോട്ട് കൊടുക്കുന്ന സ്ഥാനാർത്ഥി ഒരു കാരണവശാലും ജയിക്കില്ല എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാകുമ്പോൾ നാച്ചുറലി ആളുകൾ ജയിക്കാവുന്ന ഒരു സ്ഥാനാർത്ഥിക്ക്, അതായത് കൂടുതൽ എതിർപ്പുള്ളത് ആരാണോ അവർക്കെതിരെ ജയിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ആർക്കാണോ അവർക്ക് വോട്ട് ചെയ്യാം എന്ന് വിചാരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ വിചാരിക്കുമ്പോഴും അവരുടെ ഒരു നാച്ചുറൽ ചോയ്സായി വരാൻ പോകുന്നത് രമ്യ ഹരിദാസ് ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെ, ഈ 3 കാരണങ്ങൾ കൊണ്ട് തന്നെ രമ്യ ഹരിദാസ് അവിടെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മജോറിറ്റിയിൽ ജയിച്ചാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. ഒരുപക്ഷെ ആ മജോറിറ്റി കുറച്ച് കൂടിയാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് UR പ്രദീപ് വളരെ ജനകീയനാണ്, അദ്ദേഹം ജയിക്കുമെന്നൊക്കെ പറഞ്ഞുള്ള പല നിരീക്ഷണങ്ങളൊക്കെ ഞാൻ കേട്ടിരുന്നു. ഇപ്പൊ ഇന്നലെ തന്നെ ഇപ്പൊ അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ ഒക്കെ ഒരു നിരീക്ഷണമൊക്കെ ഞാൻ കേട്ടു, UR പ്രദീപ് ഒരുപക്ഷെ ചെറിയൊരു എഡ്ജുണ്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാനത് വിശ്വസിക്കുന്നില്ല. വളരെ കൃത്യമായി കേരളത്തിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരത്തിന്റെ അടിത്തട്ട് എന്ന് പറയുന്നത് അത് വളരെ 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 കൂടുതലാണ്. ആ കൂടുതലായിട്ടുള്ളത് വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യപ്പെടാതെ പോയാൽ തീർച്ചയായിട്ടും രമ്യ ഹരിദാസ് അവിടെ ജയിക്കും. അതുകൊണ്ട് 23-ാം തീയതി ഫലം വരുന്നത് വരെ നമുക്ക് പല പ്രവചനങ്ങളും പല ചിന്തകളും അനാലിസിസും ഒക്കെ സാധ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ വിലയിരുത്തുന്ന ഒരു കാര്യം, ഇത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷെ അതിനോടൊപ്പം ഞാൻ ഒന്നുകൂടി അടിവരയിട്ട് പറയുന്നു, അവിടെ രമ്യ ഹരിദാസ് തീർച്ചയായും ജയിക്കും